വകതിരിവെന്ന് പറയുന്ന സാധനം ഒരു ശതമാനം പോലും ഇല്ലാത്ത ഐറ്റംസ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ കാണുന്ന തെരുവോരങ്ങളിൽ കാണുന്ന നായ്ക്കൂട്ടങ്ങൾക്ക് വരെ, അല്ലെങ്കിൽ നായ്ക്കൾക്ക് വരെ, മൃഗങ്ങൾക്ക് വരെ ഇതിനേക്കാൾ എത്രയോ ഡീസൻ്റ് ഉണ്ട്. അതിനേക്കാൾ എത്രയോ 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 തരം താഴ്ന്നു പോവുകയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. കാരണം ഇവർക്കിപ്പോൾ ഈ ഒരു സംഭവം എവിടെ നിന്ന് വേണമെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു മര്യാദ എന്താണെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്കായി കാര്യങ്ങൾ. കുറച്ച് മുന്നെയൊക്കെ കുറച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഈ നായ്ക്കളൊക്കെ റോട്ടിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥയില്ലേ, നമ്മൾ കാണാറുണ്ട് പല സമയത്തും അവർ ഇണചേരുന്നൊക്കെ, അതുപോലെ ആവും മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. കുറച്ച് കാലം കഴിഞ്ഞാൽ, എന്നാൽ കുറച്ചൊന്നും ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ കണ്ടു തുടങ്ങി അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? മനുഷ്യന്മാരിപ്പോൾ എല്ലാ സ്ഥലങ്ങളും അവരുടെ ബെഡ്റൂമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും വൃത്തികെട്ട ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിജീവിയാണെന്നുള്ള അഹങ്കാരമുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ? മുമ്പ് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞൊരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ വിഷജീവി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് മനുഷ്യനാണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ പാമ്പാണ്, അല്ലെങ്കിൽ കിങ് കോബ്രയാണ്, അല്ലെങ്കിൽ അനാക്കോണ്ടയാണ്, മറ്റേതാണെന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷേ ഞാൻ പറയുന്നു മനുഷ്യൻ തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ വിഷജീവി എന്ന് പറഞ്ഞാൽ. അത്രയും വിഷമൊന്നും മറ്റൊരു ജീവിക്കില്ല. മാത്രമല്ല വളരെ സംസ്കാരമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ മറ്റാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള, ഇപ്പം മനുഷ്യൻ തന്നെ ചോദിക്കാറുണ്ട് ചില ആൾക്കാരോടൊക്കെ, നായ്ക്കളോ പൂച്ചകളോ മറ്റാണോ എന്നുള്ള കാര്യം. എന്നാൽ ഈ പറയുന്ന നായ്ക്കളെയും പൂച്ചകളെയും ഒരു വാക്ക് പോലും കുറ്റം പറയാൻ യോഗ്യതയില്ലാത്ത ഒരു വൃത്തികെട്ട ജീവിയാണ് മനുഷ്യനെന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ അതാണ്. കാരണം പബ്ലിക്കായിട്ട് ഓടുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ പല ആൾക്കാരും വിചാരിച്ചത് എന്താണ്, ഒരു സിനിമേൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് സീരീസിൻ്റെയോ ഷൂട്ടിങ്ങോ മറ്റാണെന്നാണ് പല ആൾക്കാരും ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നുമല്ല, റിയലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും വില്ലനായിട്ട് വരുന്നത് CC ക്യാമറയാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ CC ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും തിരശീലയ്ക്ക് പിന്നിലുള്ള മുഖങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്ന പല ആൾക്കാരും അണിയറയിൽ ഭയങ്കര പമ്പന്മാരാണ്, അല്ലെങ്കിൽ ചതിയന്മാരാണ്. ഇപ്പോൾ അവർ കാണുന്ന പല സംഭവങ്ങളും ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കുന്നത് ഈ CCTVയുടെ വരവോട് കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ തെളിയാത്ത എത്രയോ കേസുകൾ ഈ നാട്ടിൽ കെട്ടിക്കിടന്നേനെ. അപ്പം മനുഷ്യൻ അന്വേഷിച്ചിട്ട് കഴിയാത്ത കാര്യങ്ങൾ പോലും CCTV എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിനെ നമ്മൾ ഒരു വലിയൊരു സംഭവമാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലൊരു സംഭവത്തിൻ്റെ കടന്നുവരവോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്ന പല തെമ്മാടിത്തരവും നമുക്ക് കാണാനും പറ്റുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അവിടെ ചിലപ്പോൾ കുട്ടികൾ കാണും യാത്ര ചെയ്യുന്നത്, ചെറിയ ചെറിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ഒരു സംഭവമാണ് നാളെ കണ്ട് വളരേണ്ടത്. ഫ്യൂച്ചറിൽ അവർ വളർന്നു വരുമ്പം തന്നെ അവരൊരു മോശം ആളായിട്ടാണ് വരുന്നത്. ഇപ്പം കുറച്ച് ആൾക്കാർ കുട്ടികളെ കുറ്റം പറയുന്നുണ്ട്. അതായത് ഇപ്പം ചെറിയ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ കണ്ട് വളരുന്ന പല സംഭവങ്ങളും ഇതുപോലെ ബാഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാഡ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ നന്നാക്കാൻ പോകുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഒരാളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വിചാരിച്ചാൽ ഒരിക്കലും നന്നാവില്ല. അതൊരു സമൂഹം ഒന്നടങ്കം തീരുമാനിക്കണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം, നമ്മളത് വിട്ടു. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ ഒരു വികാരമുണ്ട്. മനുഷ്യനായ ഒരു വികാരമാണ്. ഈ ഒരു വികാരം തന്നെയാണ് സത്യത്തിൽ പറഞ്ഞാൽ മനുഷ്യ ചരാചരത്തിൻ്റെ നിലനിൽപ്പും. അത് നമ്മളില്ലാന്ന് പറയുന്നില്ല, ആരും അത്ര ഡീസൻ്റ് ഒന്നുമല്ല. പക്ഷേ അത് ചില സ്ഥലങ്ങളുണ്ട്, അതിന് പറ്റിയ പ്രൈവസിയുള്ള സ്പോട്ടുകളുണ്ട്. അല്ലാതെ ഒരു പബ്ലിക് പ്ലേസിൽ, അതായത് ആൾക്കാർ കംപ്ലീറ്റ്ലി നോക്കി നിൽക്കുക, കുട്ടികളും സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഗവൺമെൻറ് ട്രെയിന്. അപ്പോൾ അവിടെ പോലും ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ കാണിക്കാൻ ജനങ്ങൾ മുതിർന്നു. അപ്പം ജനങ്ങളും നായ്ക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ പറയുന്നവന്മാരാണ് നായ്ക്കളെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ പൂച്ചകളെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങളെ കുറ്റം പറയുന്നത്. അവർ ചോദിക്കുന്നത് പട്ടിയെ പോലെയാണോ അല്ലെങ്കിൽ പൂച്ചയെ പോലെയാണോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം നീയൊക്കെ പറയുന്നതിനേക്കാളും 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ഡീസൻ്റ് ഉണ്ട് പട്ടിക്കും പൂച്ചക്കും. അവർക്കറിയാം ഒരു സംഭവത്തിനെ തിരിച്ചറിയാനും അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിവേകവും ബുദ്ധിയില്ലാത്ത ജീവി എന്ന് ഞാൻ പറയും. 7 കടലും കടന്ന് പ്ലെയിന് പറത്തി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല.
ചിന്തിക്കാനുള്ള വിവേകമില്ലെങ്കിൽ പോയില്ലേ? ബുദ്ധി മാത്രം മതിയോ? ഈ സംഭവങ്ങൾ ടെക്നോളജി കണ്ടുപിടിക്കുന്നു, പക്ഷേ ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന കാര്യങ്ങളിൽ മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാളും 10 മടങ്ങ് എന്താ പറയുക വിവരമുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നിങ്ങളിപ്പോൾ ഒരു മനുഷ്യന് നിങ്ങൾ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കിയാലും നാളെ അവൻ നിങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല, ഓടാ പുല്ലെന്ന് പറയും. പക്ഷേ ഒരു ജീവിക്ക് നിങ്ങൾ ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അതാ നന്ദി കാണിക്കുന്നത്. അതാണ് ഈ മനുഷ്യനും അതുപോലെ തന്നെ ഈ ജീവികളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ ഒരു പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഈ നായ്ക്കളെ പോലെ റോഡിൽ നിന്നാവുന്നുള്ള കാര്യം. അതിപ്പം വർഷങ്ങളോളം, അതായത് ഇനി വരുന്ന തലമുറ എന്നൊക്കെ പറഞ്ഞു. ഇനി തലമുറയൊന്നുമല്ല, ഇപ്പോൾ ഉള്ള ആൾക്കാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ആൾക്കാരാണ്, നമ്മളെക്കാളും പ്രായമുള്ള വലിയ ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി വരുന്ന തലമുറയെ എന്തിനാണ് പറയുന്നത്? ഇനി വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ തലമുറയെ കണ്ടു തന്നെയാണ് അവർ പഠിക്കുന്നത്. ഇപ്പം ഈ സിനിമയിലൊക്കെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചില സിനിമകളിൽ ഇപ്പം ടാക്കീസിൽ പോയി ഫാമിലി അടക്കം പോലും കാണാൻ പറ്റാത്ത, ഫാമിലി ഒരു കുട്ടി, അച്ഛൻ, അമ്മ പോലും അവർ പോയി കാണാൻ പറ്റാത്ത ചില സിനിമകൾ പോലും ഇപ്പം ചിത്രീകരിക്കുന്നുണ്ട്. ഇതൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ചില സംഭവങ്ങളാണ്. പക്ഷേ പബ്ലിക്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം പറ എന്താണെന്നുള്ള കാര്യം. നമ്മൾ വലിയ ആൾക്കാർ, ഈ മനുഷ്യന്മാരെപ്പോഴും വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മനുഷ്യൻ എവിടെയാണ് അടിയില്ലാത്തത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്സവം എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം, അവിടെ ഈ അടിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അമ്പലങ്ങൾ, ഉത്സവങ്ങൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു രസമാണ്, നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പം നടന്നു വരുന്ന ഒരു കലാരൂപമാണ് മനുഷ്യന്മാർ തമ്മിൽ അടി. ഇപ്പം അടി ഉണ്ടായി, കഴിഞ്ഞ തവണ കൊല്ലത്തെ ഒരു കുട്ടി കൊല്ലപ്പെട്ട ഒരു സംഭവം വരെ ഉണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണോ അടിക്കുന്നത്, അല്ലെങ്കിൽ ഏതിനു വേണ്ടിയാണ് അടിക്കുന്നത്, ഞാൻ എന്തിനാണ് അടി കൂടുന്നത് എന്ന് പോലും ഇപ്പോൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി മനുഷ്യനെന്ന് പറഞ്ഞാൽ. മനുഷ്യനിപ്പോൾ ആകെ അറിയുന്ന കാര്യം എന്നാ, ഒന്ന് ലഹരി ഉപയോഗിക്കുക, രണ്ടാമത്തത് ഇതുപോലുള്ള ലൈംഗിക മോശമായിട്ടുള്ള കാര്യങ്ങൾ പരിസരബോധമില്ലാതെ ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ്. ഇപ്പം മദ്യപിക്കുന്നതിനെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെയോ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, അതൊക്കെ ഓരോ ആളുടെ സൗകര്യമാണ്. ഓക്കെ, ഗവൺമെൻറ് ഇവിടെ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലവും അതിന് സൂട്ടബിൾ ആണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യന്മാർക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം മനസ്സിലാവാതെ ആയി. അവരിപ്പം എല്ലാ സ്ഥലങ്ങളും അവരുടെ ബെഡ്റൂമാണെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പം ഏതാണ് ബെഡ്റൂം, അല്ലെങ്കിൽ ഏതാണ് ട്രെയിനിങ്, ഏതാണ് ടൗൺ എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം അവരുടെ റൂമാണെന്ന് സങ്കല്പിച്ചിട്ടാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോലും അവർക്കിപ്പോൾ കുഴപ്പമില്ല, ഒരു പ്രശ്നവുമല്ല അവർക്ക്. പബ്ലിക്കായിട്ട് ആൾക്കാരെ മുമ്പിൽ നിന്ന് തന്നെ ചെയ്ത് ആൾക്കാരെ മുമ്പിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷമായിട്ട് മാറി നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനുഷ്യനായ സ്ഥിതിക്ക് വലിയ സംസ്കാരവും അതുപോലെ തന്നെ വലിയ ബുദ്ധിയൊക്കെ കെട്ടിപ്പിടിച്ച് വെക്കുന്ന ആൾക്കാരാണല്ലോ മനുഷ്യന്മാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നും. അതാ ഞാൻ പറയും, ഈ ഏറ്റവും വലിയ ബുദ്ധിജീവി മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല, തെറ്റാണത്. ഒരിക്കലുമല്ല. ബുദ്ധിജീവി, എന്തിനാണ് ഈ ബുദ്ധിജീവി എന്നുള്ള പേര് മനുഷ്യന് കൊടുക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതാണോ ബുദ്ധി? നിങ്ങളൊന്ന് ആലോചിച്ചു എത്രത്തോളം ബുദ്ധിയുണ്ട് ഈ കാര്യത്തിന്. ഇതിപ്പോൾ ഈ വീഡിയോ ലീക്കായി, അവരുടെ വീട്ടുകാർ, മക്കളുണ്ടെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാർ, ഇനി അതൊക്കെ പോട്ടെ, അവരുടെ മാതാപിതാക്കളൊന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് എത്രത്തോളം അവർക്ക് വിഷമം ഉണ്ടാകുന്നുള്ളൊരു കാര്യം. ഇവരെയൊക്കെ എന്താണ് സമൂഹത്തിൽ ചെയ്യേണ്ട ഒരവസ്ഥ? ഇതിനെപ്പറ്റിയൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം ഓടക്കുഴലിട്ട് വെച്ചാലും അത് നേരെയാവില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വാമിയുടെ വീഡിയോ വന്നു, വലിയ എന്തോ പണ്ഡിതനാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയക്കൊക്കെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺ കണക്കിന് ആൾക്കാരുടെ എന്തൊക്കെയോ പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്തിതാ ഒരു പ്രശ്നം വന്നു മഹാരാഷ്ട്രയിൽ. അതേ സെയിം വ്യക്തിയുടെ ഒരു പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കുറച്ച് ആൾക്കാർ, കുറച്ച് സ്ത്രീകളുമായിട്ടുള്ള ഒരു പ്രശ്നം. അതാണ് ഈ ദിവ്യന്മാരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്. ഈ ദിവ്യന്മാർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നു, കുറച്ച് ആൾക്കാർക്ക്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കാൻ കഴിവുള്ളവന് എന്തുകൊണ്ട് നാട്ടിലുള്ള പട്ടിണിയൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നാട്ടിലുള്ള കംപ്ലീറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ ഒരു ദിവ്യശക്തിയുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ ഇവിടെ പട്ടിണിക്കാരും പാവപ്പെട്ട ആൾക്കാരും ഉണ്ടാവുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ ജനങ്ങളായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് മണ്ടന്മാരായിട്ട് ഇവനെ പോലുള്ള ആൾക്കാരെയൊക്കെ സമീപിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ജന്മനാൽ എന്താകുന്നു, ഒരു കുട്ടികളില്ലാത്ത ഒരവസ്ഥ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് ഓർ വൈഫിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വൈഫിനാണ് പ്രശ്നമെങ്കിൽ
നേരെ അല്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം എന്ന് പോലും നോക്കാതെ നേരെ പോയി ഇവനെ പോലുള്ള സ്വാമിമാരെ കാണുന്ന പരിപാടിയാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഡോക്ടറെ കാണാൻ ആദ്യം പോയിട്ട്, അതിനാണ് അവർ പഠിച്ച സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ഇതുപോലുള്ള ദിവ്യന്മാർ നിങ്ങൾക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ പലതും വേറെയാണ്. ഇതൊക്കെ പച്ചക്ക് വിളിച്ച് പറയുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എപ്പോഴും വെറുപ്പായിരിക്കും. ഈ ജ്യോതിഷം അല്ലെങ്കിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇതുപോലുള്ള സ്വാമിമാരെയൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത്. അവരെ പോലുള്ള ആൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പൂജയൊക്കെ കണ്ട് ഒരുത്തൻ കംപ്ലീറ്റ് മേലാകെ ഇതാക്കിയിട്ടൊരു പൂജ. ഇതൊക്കെ എന്താടാ? ഇതൊക്കെ എന്താണ്? ഇതിപ്പോൾ ഇവിടുത്തെ നിയമം പോലും ഇത് അനുവദിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ദിവ്യശക്തിയുടെ കാര്യത്തിൽ നിയമത്തിനേക്കാളും മുകളിലാണ് ദിവ്യശക്തി. ഏത് ദിവ്യശക്തി ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിനെയല്ല, ഇതുപോലുള്ള ആൾ ദൈവങ്ങളെയാണ്. അവർ നിയമത്തിനേക്കാളും മുകളിലാണ് ഇപ്പോൾ. കാരണം മറ്റു പല ആൾക്കാരും വന്ന് ഈ മീഡിയാസ് തന്നെയാണ് പ്രശ്നം. മീഡിയാസ് തന്നെയാണ് ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നത്. വേണ്ടുന്നതിനെയും വേണ്ടാത്തതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നത് മീഡിയാസാണ്. അതായത് ഒരു വ്യക്തിക്ക് ഇല്ലാത്ത പല ശക്തികളും ഈ ബൂസ്റ്റിങ്ങിലൂടെ മീഡിയാസ് കൊടുക്കുകയാണ് അവർക്ക്. ഈ വീഡിയോ കാണുന്നതിലൂടെ എന്ത് ചെയ്യും? കൂടുതൽ സ്ത്രീകൾ അവിടത്തേക്ക് വരും. പാവങ്ങൾ, അതായത് ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കുട്ടികളില്ലാണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവരെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് കുടുങ്ങുന്ന അവസ്ഥ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനായിട്ടുള്ള ഹോസ്പിറ്റൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, ഏത് സംസ്ഥാനത്തും. അത്തരത്തിലുള്ള നല്ല ഹോസ്പിറ്റലിൽ പോവുക, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല ഡോക്ടർമാരെ കാണുക, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നതേ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവ്യശക്തിയും വെച്ച് നിങ്ങൾക്ക് ഒരുത്തനും ഒരു പുണ്ണാക്കും നേടിത്തരാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പൈസയും പോകും, നിങ്ങളുടെ മാനനഷ്ടം വരും. നിങ്ങളെ അവർ ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നു വരുന്നത്. കാരണം ഇപ്പം ട്രെയിൻ ഏതാണെന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ഏതാണെന്നോ റോഡ് ഏതാണെന്നോ ഒന്നും മനുഷ്യന് തിരിയാൻ പറ്റാത്തൊരവസ്ഥയായി. മനുഷ്യനെല്ലാം അവൻ്റെ സ്വകാര്യത നടത്താനുള്ളൊരു സ്ഥലമായിട്ട് മാറി. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നായ്ക്കളെക്കാളും കഷ്ടമാണെന്നുള്ളൊരു കാര്യം. നായ്ക്കൾ ഇതിലൊക്കെ എത്രയോ ഡീസൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. നായ്ക്കളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ നായി പട്ടി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. മനുഷ്യനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല ഇത്രയൊരു നല്ല നന്ദിയുള്ള ജീവിയുടെ പേര്. നമ്മളൊക്കെ വിളിക്കാറുണ്ട്, എന്നാലും പറയാം. ഒരിക്കലും മനുഷ്യനെ മാത്രം ഈ നല്ല ഒരു നന്ദിയുള്ള ജീവിയുടെ പേര് ഒരിക്കലും നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ സത്യസന്ധമായിട്ട് കാര്യം തുറന്നു പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ പല ആൾക്കാരും പച്ചത്തെറിയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഷെയർ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം, അതെന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ കണ്ടതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം. കൂടുതൽ നമ്മൾ പറഞ്ഞ് ഘടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് എന്താണെന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും, ഇതുപോലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.